ക്യാഷ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോഴേക്ക് ഗൂഗിൾ പേ ആണെങ്കിൽ 78 റുപ്പീസ് 68 റുപ്പീസ് എന്തോ പേ ആക്കണം. 2 വേ. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും 68 പേ ആക്കണം. പിന്നെ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഫോൺ പേ ഇല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നെങ്കിൽ 110 റുപ്പീസ് ആണ്. 110 റുപ്പീസ് പോകുമ്പോൾ വരുമ്പോഴാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഫാസ്ടാഗിൽ എന്താ ഒരു ബെനിഫിറ്റ്സ് ഉള്ളത് നമുക്കൊന്ന്. ഫാസ്ടാഗിൽ നമ്മൾ റീചാർജ് ചെയ്താൽ 2 റുപ്പീസ് പോകുമ്പോൾ പേ ചെയ്താൽ മതി. അത് 2 വേ ആണ്, രണ്ട് സൈഡും പോയിട്ട് വരാനുള്ള പരിപാടി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാസർഗോഡ് ബോർഡർ വന്നു കിട്ടിത്താ. മാംഗ്ലൂർ ടു കാസർഗോഡ് ബോർഡർ വന്നിട്ട് ഇവിടെ ചക്ക കിട്ടുന്നുണ്ട്. ചക്ക മീൻസ് അറിയാലോ, ജാക്ക് ഫ്രൂട്ട്സ്. സോ അതിനാണ് 500 ഗ്രാമിക്ക് എത്ര, അര കിലോക്ക് 150 അത്ര. 150 റുപ്പീസ് ഇത്ര തിന്നുണ്ടായിരുന്നു. ഇപ്പൊ ചക്കക്ക് സ്വർണത്തിന്റെ വിലയാ. പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ചക്ക. ഇത്ര രസമല്ലേ. സത്യം പറയട്ടെ, സത്യം ഒരു കാര്യം പറയാം, ഇത്രയും ഞാൻ ഡ്രൈവിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തല്ലോ, എനിക്ക് വളരെ ടഫായിട്ട് തോന്നിയതൊക്കെ മാംഗ്ലൂർ ഡ്രൈവിംഗ് ചെയ്തപ്പോഴാണ്. പക്ഷെ ഇവിടെ നല്ല റോഡ്, അൽഹംദുലില്ലാ നല്ല റോഡാണ്. പിന്നെ ട്രാഫിക് പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്, ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യണ്ട. പിന്നെ ഇവിടെ കുറച്ച് സ്പീഡ് ലിമിറ്റ് വന്നിട്ടുണ്ട്, 60, 70 എന്നൊക്കെ സ്പീഡ് ലിമിറ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് സങ്കടമായതെന്ന് വെച്ചാൽ ടോൾ ഗേറ്റ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അടുത്ത് ബാലൻസ് ഇല്ലായിരുന്നു. എനിക്കിതിൻ്റെ ഐഡിയാസ് ഒന്നും അറിയില്ലല്ലോ. എനിക്ക് ഐഡിയ ഡോർ അങ്ങനെ എനിക്ക് അതിൻ്റെ ഐഡിയാസ് ഒന്നും ഇല്ല. ഞാനിപ്പോൾ ഇതാ പാർക്കിങ്ങിലാണ് ഇട്ടിട്ട് അവിടെ സൈഡാക്കിയിട്ടാണ് വണ്ടി. അപ്പോൾ ഞാൻ മാപ്പ് വെച്ചിട്ടാണ് എല്ലാം വരുന്നത്. അപ്പോൾ ടോൾ ഗേറ്റിൻ്റെ ഒന്നും ഐഡിയാസ് ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് നമ്മളെ ഫാസ്ടാഗിൽ എമൗണ്ട് ഒക്കെ ഉണ്ടോയെന്നാണ്. അപ്പോൾ അത് ബ്ലോക്ക് ലിസ്റ്റാണ് അവിടെ വന്നിട്ട് നോക്കുമ്പോൾ. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഗൂഗിൾ പേ പിന്നെ ഫോൺ പേൻ്റെ ഫോണെല്ലാം വീട്ടിലാണ് വെച്ചിട്ട് ക്യാഷ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോഴേക്ക് ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ 78 റുപ്പീസ് 68 റുപ്പീസ് എന്തോ പേ ആക്കണം. 2 വേ. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും 68 പേ ആക്കണം. പിന്നെ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഫോൺ പേ ഇല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നെങ്കിൽ 110 റുപ്പീസ് ആണ്. 110 റുപ്പീസ് പോകുമ്പോൾ വരുമ്പോഴാണ്. അപ്പം ഞാൻ ചോദിച്ചു ഫാസ്ടാഗിൽ എന്താ ഒരു ബെനിഫിറ്റ്സ് ഉള്ളത് നമുക്കൊന്ന്. അപ്പോൾ ഫാസ്ടാഗിൽ നമ്മൾ റീചാർജ് ചെയ്താൽ നമുക്ക് പോകുമ്പോൾ പേ ചെയ്താൽ മതി. 70 റുപ്പീസ് പോകുമ്പോൾ പേ ചെയ്താൽ മതി. അത് 2 വേ ആണ്, രണ്ട് സൈഡും പോയിട്ട് വരാനുള്ള പേ ആണത്. അതുകൊണ്ടാണ് ഫാസ്ടാഗ്. അപ്പോൾ ഈ ഫാസ്ടാഗൊക്കെ ഞാൻ റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ 1 hour ബിഫോർ തന്നെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ ടോൾ ഗേറ്റൊക്കെ വരുമ്പോൾ. പിന്നെ നമ്മൾ അവിടെ ഉണ്ടോ, നമ്മളെ മാംഗ്ലൂരിൽ ടോൾ ഗേറ്റ് ഉണ്ടോ. പക്ഷെ അവിടെ എന്താ വെച്ചാൽ ആ ഒരു ടോൾ ഗേറ്റല്ലേ പറയുന്നത്, ആ ഒരു ടോൾ ഗേറ്റിൽ എന്താ വെച്ചാൽ നമുക്ക് അവിടെ ലോക്കൽ ആയത് കൊണ്ടിട്ട് കട്ട് ചെയ്യൂലേ, ഇല്ലെങ്കിൽ 20 റുപ്പീസ് എന്തോ കട്ട് ചെയ്യും. പക്ഷെ നമുക്ക് 60 or 70 ഫാസ്ടാഗിൽ കൊടുത്താലും പ്രശ്നമില്ല. നല്ല റോഡാണ് കേട്ടോ, ട്രാഫിക് ഇല്ലാത്ത അവർ നല്ല രസമാണ് റോഡ്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനല്ല, ഇപ്പം 1000 കണക്കിൽ 1000 കണക്കിൽ ആൾ ഡെയിലി 110 രൂപ ഇല്ലെങ്കിൽ ഇങ്ങനെ ഫാസ്ടാഗിൽ കൊടുക്കുമ്പോൾ ഇവർ ലാഭമാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ റോഡ് ടാക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇവർ ഇങ്ങനെ വണ്ടി എടുക്കുന്ന ആൾക്കാരോട് എടുക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂസ് മൈൻഡാണ് എൻ്റെത്. അതാരെങ്കിലും അറിയുന്നവരാണെങ്കിലും ഒന്ന് പറയട്ടോ എന്തുകൊണ്ടാണ്. ഞാൻ സംടൈംസ് നമ്മൾ റോഡ് ടാക്സ് നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവല്ലേ വണ്ടി വാങ്ങുമ്പോൾ, ആ റോഡ് ടാക്സ് നമ്മളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റോഡ് ടാക്സ് എല്ലാ വണ്ടിക്കും റോഡ് ടാക്സ് ഉണ്ടാവുമല്ലോ, ഇല്ലാതൊന്നും ഫ്രീ ആയിട്ടല്ലോ. ഞാൻ റിവേഴ്സ് വരുന്നുണ്ട് വണ്ടി കാണുന്നുണ്ടല്ലോ എൻ്റെ. അതും കേരള എനിക്ക് പേടിയാണ്. എപ്പോഴും KSRT ബസ്സിൻ്റെ ഓരോരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അന്നെ നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ പോവാനാണ്. അവർ പേടിച്ചില്ല, ഞാൻ പേടിച്ചു. അവർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, ഞാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. ഒരു ചെറിയൊരു പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ റോഡ് ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാ വണ്ടീൻ്റെ ആൾക്കാരും കൊടുക്കുന്നുണ്ട്. അതിൽ ലക്ഷക്കണക്കിൽ അവർ ലാഭിക്കുന്നുണ്ട്. അതിനാണ് ഈ റോഡൊക്കെ ചെയ്യുന്നത്. പിന്നെ വീണ്ടും എന്തിനാണ് ഈ ടോൾ ഗേറ്റ്? അത് ഇത് മെയിൻ്റനൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മെയിൻ്റനൻസ് അങ്ങനെ ആണോ അതോ എന്താണെന്ന് അറിയില്ല. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങുമ്പോൾ അത്ര ഈസി അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ കാറ് വാങ്ങുന്നത് പെട്രോൾ വഹിക്കണം, വീണ്ടും ഇവിടെ ബസ്സിൻ്റെ ചാർജ് വല്ല ഇവിടെ ടോൾ ഗേറ്റ് 110, 220 കൊടുക്കണം. അതിനാണ് നമ്മൾക്ക് ബസ്സിൽ വരുന്നതാണ് ലാഭം എന്നൊക്കെ തോന്നി സംടൈംസ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്രേസ് കേട്ടു 26th എനിക്ക് ടെസ്റ്റ് അല്ല, അപ്പോൾ ഒരു ക്രേസ് ആണ്.
ആ വണ്ടി എൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ. ലേണിംഗ് ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, കയ്യിലുണ്ടോ. എവിടെയെങ്കിലും പോലീസ് സൈഡിലാക്കിയാൽ വണ്ടി ഇപ്പോൾ ഭയങ്കര ചെക്കിങ്ങും കൂടിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ റോഡിലൊക്കെ വണ്ടി കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ലൈസൻസ് ഇല്ലാതെ നൈറ്റ് വരാൻ പാടില്ല, നൈറ്റ് ഡ്രൈവ് ചെയ്യാനും പാടില്ല. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ലൈസൻസ് ഉള്ള ആൾ ഉണ്ടാവും നൈറ്റ് ഞാൻ ഡ്രൈവിങ് ചെയ്യണമെങ്കിൽ. നമ്മൾ 5 o'clock ബിഫോർ ആയിട്ടാണ് ഡ്രൈവിങ് ചെയ്യേണ്ടത് എല്ലാവരും ഉള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ ഫൈൻ കെട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട് പ്രൊസീജിയർ. നമ്മൾ റൂൾസ് ഫോളോ ചെയ്യണമല്ലോ. റൂൾസ് എക്സാക്ട്ലി നമ്മൾ വണ്ടി വിടുമ്പോഴൊക്കെ റൂൾസ് ഫോളോ ചെയ്താൽ, ഇല്ലെങ്കിൽ യൂ ടേൺ എടുക്കുന്നതും റോങ് റൂട്ടിൽ പോവാതിരിക്കുക, അങ്ങനെയൊക്കെ റൂൾസ് ഇപ്പം തന്നെ ശീലിച്ച് വന്നാൽ നാളെ നമ്മൾ കുട്ടികളും അതുപോലെ തന്നെ ശീലിക്കുന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാതൊന്നും വണ്ടി ഞാൻ തൊട്ടിട്ടേ ഇല്ല. വണ്ടി കയ്യിൽ റോഡിൽ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എല്ലാ ലൈസൻസ് കയ്യിൽ വെച്ചിട്ട് തന്നെ ഞാൻ വന്നതാണ്. പിന്നെ രണ്ടാമത്തേത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ്. അപ്പം ഉമ്മ ചെക്ക വാങ്ങാൻ പോയി. ഇന്നത്തെ ഡേയ്സ് എന്താണ് അറിയില്ല, വീട്ടിൽ അതേപോലെ നോമ്പ് തുറക്കുന്നതും. പിന്നെ കുട്ടിയല്ല, ഇന്ന് സാറ്റർഡേ ആണ്, കുട്ടികൾ വീട്ടിലല്ല സ്കൂൾ. ഇപ്പോൾ 1 മണിയായി. അപ്പോൾ ഞാൻ ഷോപ്പിലാണ്, അവിടെ കീ കൊടുത്തിട്ടുണ്ട്. കീ കൊടുത്ത് പറഞ്ഞ് കുട്ടികൾ ഞാൻ വരുന്നവരെ നിൽക്കണം, 1 മണിക്കൂർ നിൽക്കണം, ഞാൻ പെട്ടെന്ന് വരുമെന്നല്ല പറഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വരെ തലപ്പാടിന് അങ്ങോട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ എന്നെ ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഭയങ്കര ഹാപ്പിയായി, സന്തോഷമുണ്ട്. അതൊരു ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു എൻ്റെ ഒരു ഡ്രൈവിങ് ചെയ്യാന്നുള്ളത്. വേറെ ആൾക്കാരൊക്കെ ഡ്രൈവിംഗ് വിടുമ്പോൾ ഞാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നൊക്കെ ആലോചിച്ച സമയമാണ്. ഇപ്പോൾ അവർ മനസ്സിലുള്ള അവർ പേടി മാറി കേട്ടോ. ഇപ്പോൾ ഡ്രൈവിങ്ങിലുള്ള ക്രേസ് തന്നെ കൂടുതലാണ്. അത് സേഫായിട്ട് തന്നെ വണ്ടി ഓടിക്കും, എല്ലാ ഭാഗത്തിലും നോക്കിയിട്ട് ഇത് എന്തോ നെഗ്ലക്റ്റ് ഒന്നും ചെയ്യാതെ റൂൾസ് ഫോളോ ചെയ്തിട്ട് തന്നെ നോക്കുള്ളൂ. പിന്നെ നമ്മളെ വണ്ടിൻ്റെ ഡ്രൈവിംഗ് മാസ്റ്റർ കുറേ അപ്രീഷിയേറ്റാണ് ഞാൻ വണ്ടി വിടുമ്പോൾ. പിന്നെ എൻ്റെ നമ്മളെ വീട്ടിലൊരു ആൾ, നമ്മൾ നാട്ടിലത്തെ ഒരാളുണ്ട്, ആൾ ഡ്രൈവിംഗ് പ്രാക്ടീസൊക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് എനിക്ക് ഓവർടേക്ക് ചെയ്യാനും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് പോകാനും സ്പീഡ് ഓട്ടിട്ട് എങ്ങനെയൊക്കെ ലോറിനെ, അതായത് ട്രക്കിനൊക്കെ ഓവർടേക്ക് ചെയ്യണം, അതൊക്കെ എന്നെ പഠിപ്പിച്ചത് നമ്മളെ വീട്ടിലേക്ക് ഒരു നാട്ടിലത്തെ ഒരാൾ ഡ്രൈവറായിട്ട് വന്ന ആളാണ്. ആൾക്കും നല്ലൊരു താങ്ക്സാണ്, ഒരുപാട് താങ്ക്സാണ്. ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നേരിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയെങ്കിലും 2 കൊമ്പോ നീക്ക് ചേരണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണ് ചെറിയൊരു പ്രായത്തിലൊരാളാണ്, മീൻസ് ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഞാൻ ചെറിയ കുട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും 2 കൊമ്പ് ഇങ്ങനെ കൂടും. അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാനൊന്ന് പറയാത്തത്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ദിവസം മുമ്പ്, ഒരു ദിവസം രാത്രി ഞാൻ തന്നെ ഓട്ടണമെന്ന് വാശി പിടിച്ചു, അതും ട്രാഫിക്കിൻ്റെ ഇടയിൽ. ആ ട്രാഫിക്കിൻ്റെ ഇടയിലാണ് ഞാൻ ഓട്ടിട്ട് ഇന്ന് ഇത്രയ്ക്ക് വന്ന് കയറിയത്. ഉമ്മ വന്നോ, ഞാനിവിടെ 10 മിനിറ്റ് നിന്നിട്ടുണ്ടാവും. അതുവരെ ഞാൻ സംസാരിച്ചതാണ് നിങ്ങളോട്. ചെക്ക കണ്ടില്ല, ചെക്ക വാങ്ങി മാങ്ങ വാങ്ങി ഉമ്മ. ചെക്ക ബാക്കി വെക്കട്ടെ. ഉമ്മൻ്റെ ഫേവറേറ്റും ആണ്, എൻ്റും ഫേവറേറ്റാണ് കേട്ടോ ചെക്ക എന്ന് പറഞ്ഞാൽ. ചെക്ക ആൻഡ് മാങ്ങ. അപ്പം ഞങ്ങൾക്ക് പോവല്ലേ, ബെൽറ്റ് ഇട. ഞാനിവിടെ നിന്നിട്ട് അല്ലോ പെട്രോൾ തീന്നോ വന്നോണ്ട് കഴിഞ്ഞതാ. ഇങ്ങനെയുള്ള 360 ക്യാം ഇട്ടത് കൊണ്ടാണ് കേട്ടോ എനിക്ക് എത്ര ഈസി ആവുന്നത് പാർക്ക് ചെയ്യാൻ, റിവേഴ്സ് എടുക്കാൻ. ഉമ്മ അവിടെ ഹുക്കുണ്ട്, ഇങ്ങനെ ഹുക്ക് മേൽ വലിച്ചിട്ട് ഇതാക്കണം കീല്. ഞാൻ വണ്ടി നോക്കി എനിക്ക് തന്നെ കൊണ്ടാണ് തട്ടോ സൈഡ് തട്ടോ മോൾ തട്ടോ അതെല്ലാം കൺഫ്യൂസാണ്. ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ വയ്ക്കും. അപ്പോൾ നമുക്ക് 2 ഡ്രൈവിംഗ് ഉണ്ടോ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമായിരിക്കും ഞാൻ പാർക്കിങ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നേരിട്ട് കണ്ടില്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെ സഹായം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 360 ക്യാമറ ഉണ്ടാവും. ഞാൻ പറയുന്നത് ലേഡീസ്, പുതിയ ലീഡേഴ്സൊക്കെ ഗാർഡ് വയ്ക്കുന്ന ആൾ ഇപ്പോൾ എല്ലാ വണ്ടിയിൽ വരുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻസായിട്ട് വയ്ക്കുന്ന ആൾക്കാർ ഇതാ ഇപ്പം നോക്കൂ. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തട്ടുമെന്ന് പറഞ്ഞിട്ടൊരു ഇത്തരം നോക്കൂ. കുറച്ച് മുന്നോട്ട് പോയി ഞാൻ മുന്നോട്ട് പോയി തന്നിട്ടില്ല. ഓക്കെ, കുറച്ച് റിവേഴ്സ് എടുക്കട്ടെ. ഇപ്പോൾ റിവേഴ്സ് മോഡ് നോക്കും.
പൊട്ടാറ്റോ ഫ്രോസ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ, പിന്നെ ചിക്കൻ ചീസ് ബോൾ ആൻഡ് കട്ട്ലറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ പപ്പായ ഇന്നലെ കട്ട് ചെയ്തിട്ടുള്ള പപ്പായാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓറഞ്ച്, പിന്നെ സപ്പോട്ട, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണിക്കുന്നത്. വാ, ഞാൻ അരച്ചിട്ടില്ല, നീ അരച്ചില്ല. ഒക്കെ ഫ്രൈ ചെയ്യുന്ന മുമ്പായിട്ട് ഞാൻ കുറച്ച് ഞാൻ അരച്ചിട്ടില്ലല്ലോ. എന്തിനാ അച്ഛ മൈജ നിനക്കുമ്മ? മൈജ എന്തിനാ ഉമ്മ അച്ഛ മൈജിനെ? മൈജ അപ്പം ഞാനിന്ന് ജ്യൂസ് ഇല്ല കേട്ടോ. ഉമ്മ പറഞ്ഞു ഉമ്മ ഷുഗറാണല്ലേ, അപ്പം ചിയ സീസും ലെമൺ വാട്ടർ അങ്ങനെ വയ്ക്കുമല്ലോ. അപ്പം എന്തെങ്കിലും ഒന്ന് സൈഡ് ഡിഷായിട്ട് വേണമല്ലോ. അപ്പം എന്തെങ്കിലും ഒന്ന് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഹോട്ട് കുടിക്കാൻ. ഓക്കെ, തൈരാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷോ മ്യൂസിക് ഓഫ് ആക്ക. ആ മ്യൂസിക് ആരാ? ഇത് സ്കൂട്ടറിലാണോ? ആ മ്യൂസിക് ഏതിലാണ്? അത് മ്യൂസിക് ഏതിലാണ്? അപ്പോൾ ഇതാണ് കേട്ടോ ഹെൽത്തിൻ്റെ ഒരു പരിപാടിയാണ്. അതായിട്ടില്ല, ചോപ്പ് ഫ്രൈ ആക്കണം. കുറച്ച് ഫ്രൂട്ട്സാണ് വയ്ക്കുന്നത്. കാരണം സപ്പോട്ട, ഗ്രീൻ ആപ്പിൾ ഉമ്മാക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരെല്ലാം ഗ്രീൻ ആപ്പിൾ, പിന്നെ ഓറഞ്ച്, വത്തക്ക വാങ്ങിയില്ല. എന്താ വെച്ചാൽ ഇഷു മൊയ്സിക്ക് ജലദോഷമാണ് ചെറിയ കുട്ടിക്ക്. അപ്പോൾ അവൻ വത്തക്ക കണ്ടാൽ വത്തക്ക തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വത്തക്ക നമുക്ക് ജലദോഷം മാറുന്ന വരെ വത്തക്ക വേണ്ടാന്ന്. ഓറഞ്ച് കൂടുതൽ കഴിച്ചാൽ ഓറഞ്ചിൻ്റെ ആലാണ്, പേരക്കൻ്റെ ആലാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇന്നലെ വെട്ടി വെച്ച പപ്പായാണ്. നോമ്പ് തുറന്നിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഗൈസ്. ഞാനെന്തെങ്കിൽ കുറച്ച് ഇത് ഓയിലിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ ചക്ക കേട്ടോ, ചക്ക വയ്ക്കുന്നുണ്ട്. ഇപ്പം കഴിച്ച് തീർക്കാന്നുള്ളത് ഇതാണ്. ചക്ക എല്ലാവരുടെ ഫേവറേറ്റാണ് കേട്ടോ ചക്ക. അത് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നത് ചക്ക. നമ്മുടെ ഇമിറ്റേഷൻ റോഡിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കണ്ടില്ലേ ചക്ക. ചിലപ്പോൾ ഞാനിവിടെ ചിയ സീസാണ് കേട്ടോ, ചിയ സീസ് വാട്ടറാണത്. അതിൽ കുറച്ച് വാട്ടർ ഒഴിച്ചു. ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒന്നില്ല, അങ്ങനെ പ്ലെയിൻ വാട്ടറാണ് കുടിക്കുന്നത്. അതേപോലെ ആസിഡിറ്റി പ്രോബ്ലം ഉള്ളവർ വേറെ വയറ്റിൽ കുടിക്കാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് ലെമണാണ് കേട്ടോ പിഴിഞ്ഞ് കൊടുക്കുന്നത്. മധുരമൊന്നും ഇടാറില്ല, മധുരം ഇട്ടാൽ കാര്യമില്ല, മധുരിട്ട പോയി. അപ്പോൾ ലെമൺ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കും. അതിലെന്താ മാക്സിമം എന്താക്കുന്ന വെച്ചാൽ എന്താ പാൽ ജ്യൂസ് ആക്കും. ചിയ സീഡ്സ് ചിക്കൻ ചീസ് പൊട്ട് വരുന്ന വേണ്ട. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ പൊട്ടാറ്റോ ഉണ്ട്. പൊട്ടാറ്റോ ഉണ്ടോ?
ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോഴേ അടി വെച്ചിട്ടില്ല, എനിക്ക് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടാന്ന് പറഞ്ഞിട്ട്. ബാങ്കോട്ടെ പറയരുത്. നിക്ക് എല്ലാം നിക്ക് തരും. ആ നിക്ക് ബാങ്കാവട്ടെ. ഗലട്ടാക്കണ്ട അയ്യയ്യേ ഗലട്ടാക്കണ്ട. ഓതിയാക്കണം. ഇത് കണ്ണു കുത്തും അതിനിടയ്ക്ക് പെണ്ണ്. ഗലട്ടാക്കല്ലേ. ഈശ്വർ പ്ലേറ്റ് എക്സ്ട്രാ കൊണ്ടുപോവാ പോ. അവനക്ക് ഞാൻ വേറെ ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ പ്ലേറ്റ് കൊണ്ടുപോവാ. നിനക്ക് വരുത്തരാ വേറെ പ്ലേറ്റ് കൊണ്ടുപോവാ. എനിക്കിട്ടുവേ വാശി പിടിച്ചാല് ഉമ്മ ബട്ടി എടുത്താ ഉമ്മ. 11 ഞാൻ ഷെയർ ആക്കും. പ്ലേറ്റ് കൊണ്ടുപോവാ പോ.